ഇതിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വിജയ് മോഹൻ. ഞാൻ ആസ്ട്രോമെഡ് സിറ്റിയിൽ ഓർത്തോപെഡിക് ലീഡ് കൺസൾട്ടൻ്റാണ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ 4 സീനിയർ കൊളീഗ്സും കൂടെ ഉണ്ട്. ഒന്ന് ഡോക്ടർ ഷിജോയ്, ഈസ് എ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ. നമുക്കറിയാം ന്യൂറോ സർജറി എന്ന് വെച്ചാൽ ലൈക്ക് ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കുന്ന വിഭാഗമാണ്. പിന്നെ ഒരാൾ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ജോൺസൺ, അതായത് എമർജൻസി മെഡിസിൻ ആസ്ട്രോമെഡ് സിറ്റിയിലെ മേധാവിയാണ്. എമർജൻസി മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു പരിചയക്കുറവുണ്ടാകും എന്താണ് എമർജൻസി മെഡിസിൻ എന്നുള്ളത്. അപ്പം ബേസിക്കലി നമ്മൾ ഒരു ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ ഏതാനും മണിക്കൂറുകളാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മണിക്കൂറുകളിൽ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനും അതുപോലെ ഒരുപാട് സിക്കുലേഴ്സ് ഇല്ലാതാക്കാനും പറ്റും. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായി അത് പഠിച്ച് അതിൽ ട്രെയിനിങ് നേടുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് എമർജൻസി മെഡിസിൻ എന്നുള്ളത്. അപ്പോൾ ആസ്ട്രോമെഡ് സിറ്റിയിൽ എമർജൻസി മെഡിസിൻ്റെ മേധാവിയാണ് ഡോക്ടർ ജോൺസൺ. ഡോക്ടർ ജോബിൻ ഇവിടുത്തെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ കൺസൾട്ടൻ്റാണ്. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് ഇതുപോലെ ചിലർക്ക് പരിചയക്കുറവുണ്ടാവാം. ഇതുപോലെ തന്നെ അത്യാഹിതങ്ങൾ മൂലമോ അല്ലെങ്കിൽ ആക്സിഡൻസോ ഒക്കെ വന്നിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ, അതായത് ഒരു അത്യാസന്ന നിലയിലുള്ള ഒരു രോഗികൾക്ക് വേണ്ട ചികിത്സ എങ്ങനെ ശാസ്ത്രീയമായി നൽകാം എന്നുള്ളത് പഠിച്ച് ട്രെയിനിങ് കിട്ടുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ. സോ ഡോക്ടർ ജോബിൻ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ കൺസൾട്ടൻ്റാണ്. ന്യൂറോ സർജറി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നത്. ഇത് നമ്മളെ ഈ ആഴ്ച ആക്ച്വലി നമ്മളുടെ റോഡ് സേഫ്റ്റി അവയർനെസ് വീക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ 4 പേരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ റോഡ് അപകടങ്ങൾ നമുക്കെല്ലാം അറിയാം, വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ അത് വളരെ കോമൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വിമാന അപകടം നടന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ന്യൂസാണ്. ഒരു വിമാനം ക്രാഷായിട്ട് ഒരു 150 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ന്യൂസാണ്. ഒരു ദിവസമല്ല, ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് അത് ന്യൂസാണ്, ഭയങ്കര ന്യൂസാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു വിമാനം ക്രാഷ് ആകുമ്പോൾ ഏകദേശം ഒരു 150-200 പേരാണ് അതിൽ മരിക്കുക. അത് വല്ലപ്പോഴും സംഭവിക്കുന്ന, വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഇന്ത്യയിൽ ഏകദേശം 1350ഓളം അപകടങ്ങൾ നടക്കുന്നതാണ് കണക്ക്. ഓരോ ദിവസവും ആവറേജ് 370 പേരാണ് ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത്. അതായത് ഓരോ ദിവസവും 2 പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് തുല്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോ അവയർനെസ്സോ ഒന്നും നമുക്ക് ആർക്കും, നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യാറുമില്ല. എല്ലാ ദിവസവും പത്രം നോക്കിയാൽ കുറച്ച് ഫോട്ടോസ് കാണും റോഡ് അപകടത്തിൽ മരിച്ചു എന്നുള്ളത്. ആ ഒരു സീരിയസ്നെസ് നമ്മൾ അതിന് കൊടുക്കുന്നുള്ളൂ. അപ്പം ആ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ന് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ വേറൊരു വശം കൂടി ഞാൻ പറയാം. 2019 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം റോഡ് അപകടങ്ങൾ മൂലം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 4.5% ഓഫ് GDP ആണ്. അതായത് നമ്മളുടെ കൺട്രിയുടെ GDPയുടെ 5% റോഡ് അപകടം മൂലം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, അതേ വർഷം ഇന്ത്യ ഗവൺമെൻറ് മൊത്തം ഹെൽത്തിന് വേണ്ടി ചിലവാക്കിയത് 1.7% GDP മാത്രമാണ്. അതായത് ഒരു വർഷം നമ്മൾ മൊത്തം ഹെൽത്തിന് ചിലവാക്കുന്നതിൻ്റെ 3 ഇരട്ടിയോളം ഈ റോഡ് അപകടങ്ങൾ മൂലം നമുക്ക് നഷ്ടപ്പെടുന്നു. അതാണ് അതിൻ്റെ ഒരു സാമ്പത്തിക വശം. അപ്പോൾ ഈ 2 രീതിയിലും, സാമൂഹ്യ രീതിയിലും സാമ്പത്തിക രീതിയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒന്നാണ് ഈ റോഡ് അപകടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ഒരാളിനെ എത്ര പെട്ടെന്ന് ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാനോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു റോഡിൽ നിൽക്കുമ്പോൾ നമ്മളൊരു അപകടം കാണുകയാണ്. ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരാൾ തെന്നി വീഴുന്നു, അല്ലെങ്കിൽ തലയിടിച്ച് വീഴുന്നു, അല്ലെങ്കിൽ ഒരു കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. നാച്ചുറലി പ്രത്യേകിച്ച് മെഡിക്കൽ നോളജൊന്നും ഇല്ലാത്ത ഒരാളവിടെ, അപ്പോൾ നിങ്ങളെപ്പോലുള്ള അവിടെ നിൽക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ രോഗിയെ രക്ഷിക്കാൻ പറ്റും, എന്ത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ രോഗിക്ക് ഗുണകരമാകും എന്നുള്ള കാര്യങ്ങൾ. ഒരുപക്ഷേ ഡോക്ടർ ജോൺസൺ ആയിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള എക്സ്പേർട്ട്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുന്നു. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുന്നു. ഇമ്മീഡിയറ്റ്ലി ആ രോഗി അല്ലെ ആക്സിഡൻറ്റിൽ സംഭവിച്ച ആളിനെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത്, അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? താങ്ക് യു ഡോക്ടർ വിജയ് മോഹൻ. വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഡോക്ടർ വിജയ് ഇപ്പം എന്നോട് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും റോഡ് ആക്സിഡൻസ് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വണ്ടി നിർത്താതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പല ഫിയേഴ്സ് കൊണ്ട് ഭയങ്കര പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ ചിലപ്പോൾ ഒരു റോഡ് ആക്സിഡൻ്റ് അല്ല. പക്ഷേ ഈ നമ്മൾ അറിയേണ്ട ഒരു പോയിൻ്റ് കൂടെ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് 15 മുതൽ 44 വയസ്സുള്ള ഗ്രൂപ്പ്, അതായത് ഇൻകം ഏർണിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഈ
ഗ്രൂപ്പിൽ ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഈസ് ഈ പറയുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. ആൻഡ് ഈ ആക്സിഡൻസിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1 അവർ, അതായത് നമ്മളതിന് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ആ ഗോൾഡൻ അവറിൽ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡുകൾ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലായിട്ട് ഇൻ്റർവീൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ആ രോഗിയുടെ അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് സംഭവിച്ച വിക്ടിമിന് ഏറ്റവും കൂടുതൽ ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ലൈഫ് തന്നെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാം നടക്കുന്ന ആ ഫസ്റ്റ് 1 അവറിലാണ്. ഈ ഫസ്റ്റ് 1 അവറിൽ ആസ് എ ബൈസ്റ്റാൻഡർ, അതായത് ഒരു ആക്സിഡൻറ്റ് നമ്മൾക്ക് കാണുവാണെങ്കിൽ, നമ്മളൊരു മെഡിക്കൽ പേഴ്സൺ അല്ല, പക്ഷെ നമ്മളൊരു ആക്സിഡൻറ്റ് കാണുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയും ചെയ്യാതെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളതിന് യൂഷ്വലി നമ്മൾ പറയുന്നത് ഫസ്റ്റ് കെയർ ഗിവർ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടുകൊണ്ടിരിക്കുന്ന, വിറ്റ്നസ് ചെയ്യുന്ന ഒരു സംഭവം. അവിടെ നമ്മൾ സപ്പോസ് ഒരാൾ ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ നെക്ക് ഒരിക്കലും മടക്കാൻ പാടില്ല. സപ്പോസ് നമ്മൾ പേഷ്യൻ്റ് എടുത്ത് പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറ്റുവാണ്, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഒരിക്കലും നെക്ക് മൊബിലൈസ് ചെയ്യാൻ പാടില്ല. നെക്ക് എന്നാൽ നെക്ക് ഒരിക്കലും കഴുത്ത് ഒരിക്കലും മടക്കാൻ പാടില്ല നമ്മൾ അവരെ എടുക്കുമ്പോഴത്തേക്ക്. സോ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡോക്ടർ ചോദിച്ചാൽ ഒന്ന് ഇടപെട്ടേ. അപ്പോൾ ആ നെക്കിന് മൂവ്മെൻറ്റ് വരാതെ എങ്ങനെ ഒരു സാധാരണക്കാരന് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഒന്ന് പറയൂ. അത് നമുക്ക് ആക്ച്വലി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ്. എന്നാലും ഞാനത് ജസ്റ്റ് ഒരു ശ്രമം നടത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലയും കഴുത്തും കൂടെ ഒരുമിച്ച് വേണം പിടിക്കാൻ. ഇത് മാനുവൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഒരാളുടെ കഴുത്ത് മേളിൽ കൂടെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ 2 കൈയുടെ ഇടയിൽ നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ കയറി പിടിക്കുമ്പോഴത്തേക്ക് തലയും കഴുത്തും കൂടെ ബോഡിയുമായിട്ട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അത് ഒറ്റ തടി കഷ്ണം പോലെ ആവുന്ന രീതിയിലാണ് നമ്മൾ തല പിടിക്കുക. തലയും കഴുത്തും കൂടെ ഒരുമിച്ച് വേണം 2 കൈയും സൈഡിൽ, ചെവിയുടെ സൈഡിൽ കൂടെ വെച്ചിട്ട് വേണം നമ്മളങ്ങനെ പിടിക്കാൻ. പിടിക്കുന്നത് മാത്രമല്ല, പേഷ്യൻ്റ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി ചെയ്യുമ്പോഴും പോലും നമ്മൾ ആക്ച്വലി ഏതെങ്കിലും ഒരു സ്ട്രെച്ചർ പോലത്തെ സാധനങ്ങളുടെ ഉപയോഗം ചെയ്യാം. അപ്പോൾ സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ യൂഷ്വലി ആംബുലൻസിൽ മാത്രമേ കാണൂ. ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി അവർക്ക് സ്പൈൻ ബോർഡോ അല്ലെങ്കിൽ സ്ട്രെച്ചർ പോലത്തെ. പക്ഷേ ഇവിടെ സപ്പോസ് നമുക്കൊരു 2 തടി കിട്ടി, ആ 2 തടിയിൽ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ കെട്ടി വെച്ചാലും നമുക്കതൊരു സ്ട്രെച്ചർ പോലെ തന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കയ്യിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 കൈകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലാണെങ്കിൽ 3-4 പേര് ആവശ്യം വരും. ഇതിലാണെങ്കിൽ നമുക്കൊരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ പോലും ബെഡ്ഷീറ്റിൽ ക്യാരി ചെയ്യുവാണെങ്കിൽ കുറച്ചൊരു ഈസി സ്പൈൻ സ്റ്റെബിലൈസേഷൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ 2 പേര് കോർത്ത് 3 പേര് കൈകൾ ബോഡിയുടെ താഴോട്ട് കയറ്റ് അതിൻ്റെ ഒരുമിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് ഒരുമിച്ച് റേസ് ചെയ്തിട്ട് അവരെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും സ്പൈൻ നമ്മൾ അധികം മൂവ്മെൻറ്റ് ഇല്ലാതെ വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, സപ്പോസ് നമ്മളൊരു വിസിബിൾ ബ്ലീഡിങ് ആണ്, തലയിൽ ഇവിടുന്ന് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ കാണുവാണെങ്കിൽ നമ്മളൊരു ക്ലിയർ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിന് ഡയറക്റ്റ് കംപ്രഷൻ കൊടുക്കുക. ഒരു ഒറ്റ വിരൽ അല്ലെങ്കിൽ 2 വിരലോട്ട് എവിടെയാണോ ബ്ലീഡ് ചെയ്യുന്നത് ആ ബ്ലീഡിങ് പോയിന്റ് നമ്മൾ എങ്ങനെയായാലും സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലീൻ ക്ലോത്ത് അല്ലെങ്കിൽ ബാൻഡേജ് വെച്ച് അത് കെട്ടി വെക്കുക. ഇവിടെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെ കാറുകളിൽ ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസോ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ വണ്ടികളിലുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സമയത്ത് കാണുന്നതിൽ ഈ കാലുകളൊക്കെ ഒടിഞ്ഞ് ഫ്രാക്ചേഴ്സ് ആവുന്നു, അതായത് കാല് മൊത്തം ഒടിഞ്ഞ് കിടക്കുക, കൈ മൊത്തം ഒടിഞ്ഞ് കിടക്കുക. അതൊക്കെ അങ്ങനെ തന്നെ ഹാങ് ചെയ്ത് കിടക്കാതെ നമ്മൾ അതിനെ ഒരു തടിയുടെ ഹെൽപ്പ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിൻ്റ് എന്നാണ് വാക്ക് പറയുന്നത്, തടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു റോഡ് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് അതും ആ ഒടിഞ്ഞ് കൈയുടെ പാട്ടും അത് രണ്ടും കൂടെ കെട്ടി വെക്കുകയാണെങ്കിൽ അത് വെച്ച് വേണം നമ്മളത് ട്രാൻസ്ഫർ ചെയ്യാൻ. കാരണം ഇവിടെയൊക്കെ ബ്ലീഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ ഇത് മാത്രമല്ല, നമ്മളൊരു ആക്സിഡൻറ്റ് ആയിട്ട് അത്ര പെട്ടെന്ന് നിയറസ്റ്റ് ആംബുലൻസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വിളിച്ചിരിക്കണം. സോ ദാറ്റ് ബൈ ദ ടൈം അവർ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും പറ്റും. പ്ലസ് പേഷ്യൻ്റ് എത്ര പെട്ടെന്നാണോ അത്ര പെട്ടെന്ന് നമുക്ക് നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കെയർ ഗിവർ ഉള്ളതാണ്. അതായത് സ്റ്റോപ്പ് ടു സീ, അതായത് വണ്ടി നിർത്തുക, നോക്കുക എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അസസ് ചെയ്യുക, സീൻ നോക്കുക, അതായത് സേഫ് ആയിട്ടുള്ള ഏരിയയിലാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ സീൻ സേഫ്റ്റി നോക്കുക. അതിനാണ് നമ്മൾ പറഞ്ഞത് സീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. തേർഡ് നമ്മൾ പറഞ്ഞ ആസ് എ ലുക്ക് ഫോർ ബ്ലീഡിങ് എന്ന് വാക്ക് പറയും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ ബ്ലീഡിങ്, അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് ബ്ലീഡിങ് കാണുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, കംപ്രഷൻ കൊടുക്കുക. ഫോർത്ത്, ട്രാൻസ്പോർട്ട് സേഫ്ലി എന്ന് വാക്ക് പറയും. സോ അതായത് നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് എത്ര പെട്ടെന്നാണോ അത്ര പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇത് ട്രെയിനിങ് ഇല്ലാത്ത ഫസ്റ്റ് കെയറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ഇനി ഇതല്ലാതെ നമ്മൾ സപ്പോസ് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതായത് ആംബുലൻസസ് വരുവാണെങ്കിൽ, ട്രെയിൻഡ് ആംബുലൻസസ് വരുവാണെങ്കിൽ അതിലുള്ള പാരാമെഡിക്സ് ആണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ട്രെയിൻഡ് പാരാമെഡിക്സ് അവർ വേണമെങ്കിൽ ദേ ഫോളോ ദ കൺസെപ്റ്റ് ഓഫ് സംതിങ് കോൾഡ് എസ് ABC എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അതായത് A ഫോർ എയർവേ, B ഫോർ ബ്രീതിങ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വായിക്കൂടെ അകത്തോട്ട് ശ്വാസം എടുക്കുന്നു, പുറത്തോട്ട് ശ്വാസം കളയുന്നു. അപ്പം ആ ഒരു പ്രക്രിയ, അപ്പം ഇവിടെ നിന്നുള്ള നമ്മുടെ വായം മുതൽ ലങ്സ് വരെ ഉള്ള അത്ര ഏരിയ, അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത്. വൈ വി ഗിവ് ദാറ്റ് മച്ച് ഓഫ് ഇമ്പോർട്ടൻസ്? ബിക്കോസ് നമ്മുടെ ബ്രെയിനിലോ എന്തെങ്കിലും ക്ഷതം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ന്യൂട്രിയൻ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓക്സിജൻ അകത്തോട്ട് കൃത്യമായിട്ട് ചെന്നില്ലെങ്കിൽ അത് ബ്രെയിനിലോട്ടുള്ള അതിൻ്റെ സപ്ലൈയും അതുപോലെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു ഹെഡ് ട്രോമയോ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ബ്രെയിൻ ഡാമേജ് പിന്നെയും വളരെ വളരെ കൂടുതൽ ശതമാനത്തിൽ അത് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ആദ്യമേ സ്റ്റെബിലൈസ് ചെയ്യുന്ന എയർവേ ആണ്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെബിലൈസ് ചെയ്യുന്ന ബ്രീതിങ് പാർട്ടാണ്. മൂന്നാമത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഇൻറ്റർണൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആണ്, ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് റിപ്ലേസ്മെൻ്റ് ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ അവർ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അടുത്ത ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ അടുത്ത ഡിസബിലിറ്റി, ലോങ് ബോൺ ഫ്രാക്ചേഴ്സോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് നമ്മൾ കാണുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രീത്ത് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ബ്രീതിങ് സുഗമമായിട്ട് നടക്കാൻ ചെയ്യുക, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കുകയോ കെട്ടിവെക്കുകയോ, അതുപോലെ ആളിൻ്റെ സ്പൈനോ മറ്റ് ശരീരഭാഗങ്ങൾ കൂടുതൽ മൂവ്മെൻറ്റ് വരാത്ത രീതിയിൽ ആളിനെ ഒരു വാഹനത്തിലേക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ ആളിനെ വിളിച്ചു വരുത്താൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ. താങ്ക് യു. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൈമറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ വയറിന് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഈ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഏത് നല്ല ഹോസ്പിറ്റലിലും ICUയിലേക്കായിരിക്കും മാറ്റുക. എന്താണ് ICUയിൽ നടക്കുന്നത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ? ഗുഡ് ആഫ്റ്റർനൂൺ. ICUയിലും ഡോക്ടർ ജോൺസൺ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും പ്രാധാന്യം എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷനാണ്. അപ്പോൾ രോഗി ഇപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ രോഗീനെ ചിലപ്പോൾ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് പലപ്പോഴും ഉള്ള സംശയമാണ് എന്തിനാണ് രോഗീനെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. വെൻറ്റിലേറ്ററിൽ മാറ്റാനുള്ള ഒരു 3-4 മെയിൻ റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജോൺസൺ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് ബോഡിയിൽ കുറവായിട്ട് വരിക. ഓക്സിജൻ്റെ അളവ് കുറവായിട്ട് വരുമ്പോൾ അതിൻ്റെ മെയിൻ കാരണം ലങ്സിലുണ്ടാകുന്ന ഡാമേജാണ്. ലങ്സിൽ എന്തെങ്കിലും ഇഞ്ചുറി വരികയോ അല്ലെങ്കിൽ ലങ്സിൽ ആസ്പിറേഷൻ വരികയോ, നമ്മൾ കഴിച്ച ഭക്ഷണം തൊണ്ടയിലേക്ക് ആക്സിഡൻറ്റ് സമയത്ത് വന്ന് ആസ്പിറേഷൻ വരികയോ അല്ലെങ്കിൽ ബ്ലീഡിങ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ലങ്സിൻ്റെ പ്രവർത്തനം നോർമൽ അല്ലാതെ വരികയും ഓക്സിജൻ്റെ അളവ് ബോഡിയിൽ കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലങ്സിൻ്റെ ഒരു ഡാമേജിന് വേണ്ടിയിട്ട് നമ്മൾ മെക്കാനിക്കൽ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വായിൽ കൂടെ ഒരു ട്യൂബ് കടത്തിവിടും. അതിന് ചെറിയ സെഡേഷനോ പാരാലിസിസോ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ട്യൂബിൽ കൂടെ നമ്മൾ വെൻറ്റിലേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓക്സിജനും അതുപോലെയുള്ള പ്രഷറിലുള്ള വെൻറ്റിലേഷനും കൊടുക്കുകയാണ്. അതാണ് ഒരു മെയിൻ റീസൺ. സെക്കൻഡ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ഹെഡ് ഇഞ്ചുറി. ഫോർ എക്സാമ്പിൾ, ഒരു ഹെഡ് ഇഞ്ചുറി വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ബോധത്തിൻ്റെ നില ഒരു സ്കെയിലിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവൽ 15 ഔട്ട് ഓഫ് 15 എന്ന് പറഞ്ഞാൽ നോർമലാണ്. അത് ബോധത്തിൻ്റെ നില താഴുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓരോ സ്കോറിങ് കൊടുക്കും. ഒരു 8-ൽ താഴെ സ്കോറുള്ള ഒരു രോഗിക്ക് നോർമലായിട്ടുള്ള ബ്രീത്തിങ്ങിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ബോധത്തിൻ്റെ അവസ്ഥ താഴ്ന്നിരിക്കുന്ന ഒരു രോഗിക്ക് നമ്മൾ കൃത്രിമമായിട്ട് വെൻറ്റിലേഷൻ കൊടുക്കും. മൂന്നാമത്തെ കണ്ടീഷൻ, പേഷ്യൻറ്റിന് ഒരുപാട് ബ്ലീഡിങ് സംഭവിച്ചു, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ BP കുറവാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി പോകാനുള്ളൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഹിമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഓക്കെയാണ്, ബോധം കുഴപ്പമില്ല, പക്ഷേ BP വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു അൺസ്റ്റേബിൾ പേഷ്യൻസിനെ നമ്മൾ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റും. അതൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഒരു രോഗി ആക്സിഡൻറ്റിന് ശേഷം വെൻറ്റിലേറ്ററിലോട്ട് മാറുന്നതിൻ്റെ റീസൺസ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് രോഗി ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ഒരു ആൽക്കഹോൾ കഴിച്ചിട്ട് ആക്സിഡൻ്റ് ആയ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബഹളം വെക്കുകയാണെങ്കിൽ അവരെ നമ്മൾ സെഡേറ്റ് ചെയ്യേണ്ടി വരും. എക്സസൈറ്റ് സെഡേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ബ്രീത്തിങ് ഒക്കെ നോർമലായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ വെൻറ്റിലേഷനിലോട്ട് പോകേണ്ടി വരും. അപ്പം ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ മെയിൻലി വെൻറ്റിലേറ്ററിലോട്ട് പോകുന്നത്. ബാക്കി ഉള്ള കാര്യം നെക്സ്റ്റ് സർക്കുലേഷനാണ്. പേഷ്യൻറ്റിൻ്റെ ബ്ലീഡിങ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡോക്ടർ ഡിസ്കസ് ചെയ്യും. സർക്കുലേഷൻ അല്ലെങ്കിൽ BP നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. BP നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിങ് വരുമ്പോഴാണ് പലപ്പോഴും BP കുറയുന്നത്.
മറ്റ് കാരണങ്ങളെന്ന് പറയുന്നത് ഹാർട്ടിൽ ഇഞ്ചുറി വരിക, ഹാർട്ടിന് ചുറ്റും ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുക, ലങ്സിന് ചുറ്റും ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ BP നോർമൽ അല്ലാതെ വരും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ICUവിൽ പേഷ്യൻ്റ് ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണെങ്കിൽ അല്ലെങ്കിലോ ഒരുപാട് ഫ്ലൂയിഡ്, ബ്ലഡ് ഇതെല്ലാം കൊടുക്കേണ്ട സ്ഥിതി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ, അതായത് കഴുത്തിലുള്ള ഒരു മേജർ വെയിൻസിൽ നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് ബ്ലഡും ഫ്ലൂയിഡും ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ BP ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്, അത്തരം മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ആർട്ടീരിയൽ ലൈൻ മുതലായ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരം യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീമോഡൈനാമിക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക. അപ്പം എയർവേ ബ്രീത്തിങ് പോലെ തന്നെ ഹീമോഡൈനാമിക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക. അപ്പോൾ അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ എന്താണ് ട്രോമ, എന്ത് ആക്സിഡൻ്റാണ് പറ്റിയേക്കുന്നത്, എവിടെയാണ് ബ്ലീഡിങ്, അല്ലെങ്കിൽ എന്ത് ഇഞ്ചുറിയാണുള്ളത്, ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും ഇഞ്ചുറി വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ ഒരു എസ്പെഷ്യലി റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ ഒരു രോഗി രക്തത്തിൽ കുളിച്ചായിരിക്കും കിടക്കുന്നത്. പല ഭാഗത്തും തൊലി മുറിഞ്ഞു പോയിട്ടുണ്ടാവും, മസിൽ മുറിഞ്ഞു പോയിട്ടുണ്ടാവും, എല്ല് പൊട്ടി പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പലപ്പോഴും സംഭവിക്കുന്ന ഈ എല്ല് പൊട്ടി പുറത്ത് വന്ന് കഴിക്കുമ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങോട്ടാണ് പോകുന്നത്. അതൊരു ഭീകരമായൊരു ഒരവസ്ഥ, ഭീതിജനകമായൊരവസ്ഥയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആക്സിഡൻറ്റിൽ ഫ്രാക്ചർ അല്ല ഇമ്പോർട്ടൻറ്റ്, എല്ലിനല്ല അവിടെ പ്രാഥമികമായി നോക്കേണ്ടത്. അതിൽ എല്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും ലങ്സിൻ്റെയും കിഡ്നിയുടെയൊക്കെ ഫങ്ഷൻസാണ്. കാരണം ഒരു തമാശ രീതിയിൽ പറഞ്ഞാൽ ശരീരത്തിൽ 206 എല്ലുകളുണ്ട്, പക്ഷേ ഒരു ബ്രെയിനും ഒരു ഹാർട്ടും 2 കിഡ്നിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്സിഡൻസിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, വൈറ്റൽ ഓർഗൻസിനാണ്. അപ്പോൾ അതിന് ക്ഷതം വരാത്ത രീതിയിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒന്നാണ് ഹെഡ് ഇഞ്ചുറി. ഇപ്പം നമ്മൾ കൊച്ചി സിറ്റിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മദ്യപിച്ചുള്ള ഡ്രൈവിങ്ങും അതിനെതിരെ പോലീസ് ശക്തമായിട്ടുള്ള ആക്ഷൻസ് കഴിഞ്ഞ ഒരു 3-4 വർഷമായി എടുത്തു തുടങ്ങി. ഹെൽമെറ്റ് കമ്പൽസറി ആക്കി. ഏകദേശം ന്യൂറോ ഇഞ്ചുറീസ് 50% താഴെ കുറഞ്ഞു എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് തന്നെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഷിജോയ്, അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിൽ ഒരു ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറിയിലെ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതല്ല, അങ്ങനെ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന്, പിന്നെ ഹെഡ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഹെഡ് ഇഞ്ചുറി വന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് പറയാമോ? Yeah, so head injury, 90% of all the trauma-related deaths happen because of head injury. So that is why it is very important that someone suspects a head injury whenever there is an accident. So not only accidents, even assault and other forms of trauma, industrial accidents, all of them can result, unless someone has witnessed the incident, it will be difficult to rule out a head injury. And once a head injury is there, the patient would not be conscious, he will not be talking very clearly, he will not be obeying commands, he will be lying down in a unconscious or stuporous state. And അങ്ങനെ ഉണ്ടാവുമ്പം it is one can suspect that there is a head injury. Usually we have a score called the Glasgow Coma score, which is used worldwide for assessing what is the intensity or the severity of a head injury. So they are divided into 3 sets, like Dr. Jobin was talking about. The score, a maximum score of 15 and a minimum score of 3. So it is into mild when it's 14 or 15. So what anyone can look is the patient opening his eyes to call. It's a simple score. Is he opening his eyes? You call him, is he opening his eyes? He's not. So the score goes down. And is he opening it to pain? The score goes down further. And then is he producing some voice, some noise? Is he crying out? Is he speaking coherently? Is he speaking inappropriate words? So based on that, the score is calculated. And is he able to move his hands on commands, or is he trying to hold if in case a pain is given? So that based on that, or if he's not able to move his hands at all. So based on these 3 criteria, the eye, the speech and the hand movement, a score called the Glasgow Coma score is given. And based on that, one can assess if it is less than, it's between 14 and 15, it is a mild head injury. If it's between 9 to 13, it is moderate head injury. And 8 and below is a severe head injury. So when a patient like this comes to the emergency, what happens here at Aster Medicity, we've got something called a trauma code, where message is passed on to everybody, including the neurosurgeon, the trauma surgeon, the orthopedician, the MNC specialist. So
it is like a war footing. Everyone is running just one patient in focus. So the first thing from the time the patient steps into the emergency department to, in case required, putting in the tube and ensuring that his airway is maintained is primary. Because what I was talking of is ആ ആക്സിഡൻറ്റിന് സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് മാത്രമല്ല പേഷ്യൻ്റ് ഉണ്ടാവാൻ പറ്റുന്നത്. സെക്കൻഡറി ഇഞ്ചുറീസ് ബിക്കോസ് ഓഫ് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ക്യാൻ ടോളറേറ്റ് വെരി മിനിമൽ amount of time when there is no blood supply or oxygenation to the brain. Then it is permanent. Brain is a non-forgiving organ. So once a permanent damage has occurred, it is impossible to retrieve back anything. So that is why the concept of a golden hour comes in. A golden hour is from the time of the accident till the time the patient can reach the nearest facility where there are facilities to intubate him or to ensure his airway and maintain oxygenation. So if it has been seen, this word called golden hour is there since 1940s, from the Second World War times, and it has been established that any patient who reaches the hospital within this time has better survival and better outcome than a patient who comes delayed. So there is why there is a need to bring in the patient quickly. Time is brain, that's what we say. So every minute counts. So from the time the patient comes to the casualty till the time he is intubated and his airway is secure, that is the first goal. The second goal would be to ensure that we get a image, a CT scan. So which are the patients who require a CT scan? Like I was telling you, anyone who's got a severe head injury, that person needs a CT scan. Or in case he's complaining of severe headache, his neurological status is worsening. He was good, after some time he is worsening, his condition is becoming bad quickly. His pupils, what we see, they call ee kanni kuda nokna krishnamaniya, the window of the brain. So when you put light into the brain, into the eyes, you can in fact see how the brain is performing, if something wrong is happening to the brain. So if we see that there is an asymmetry in the size, in the shape, in the reaction, we need to suspect there's something going wrong. So any severe head injury or a person who's worsening score after he's come into the casualty requires a CT scan. A CT scan is done within 3 minutes. The minute the scan is done, we can see what is exactly going on in the brain. Any bleed can be picked up in the CT scan, and it is available everywhere now. So to not do it is in fact a crime when you're suspecting a severe head injury. So to do it and then to act at it. Now if there is a large bleed, then which is causing a lot of mass effect, that needs to be immediately treated, and once it is evacuated, patient will have a good lifespan. Like Dr. Johnson was saying, most of these patients are in the age group of 20 to 40, and they are the breadwinners, and that causes such a huge social burden on the society. And that is why it is important that these patients are taken utmost care of and treated at a war footing and brought back. That's why the caption of this talk says back to health. So ഒരു സംശയം ചോദിച്ചത്, ഇപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ആയിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ എല്ലാ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസിനും സർജറി വേണ്ടി വരുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ സർജറി വേണം എന്ന് തീരുമാനിക്കുന്നത്? സർജിക്കൽ ഇൻഡിക്കേഷൻസ് 3 തരത്തിൽ കുറേ ബ്ലീഡ്സ് ഉണ്ട്. ആക്സിഡൻസ് കൊണ്ട് കുറേ ഇഞ്ചുറീസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദി ടൈപ്സ് ഓഫ് ബ്ലീഡ് ഇസ് ബ്രെയിനിൻ്റെ സർഫേസിലുണ്ടാവുന്ന ബ്ലീഡിങ്. അതൊരു ആർട്ടീരിയൽ ബ്ലീഡിങ്, അത് പെട്ടെന്ന് സൈസ് കൂടും. അത് സാധാരണഗതി ഫ്രാക്ചറിൻ്റെ കൂടെ വരുന്നത് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. സോ ദാറ്റ് പേഷ്യൻറ്റ് ഫസ്റ്റ് കുറച്ചൊന്ന് മയങ്ങും, പിന്നെ he will wake up and he'll be fine. So everyone thinks he is fine. So this is called a lucid interval. A lucid interval, if you don't get a proper history that he had this, he was unconscious and then he woke up, and then he may suddenly drop in again. So our time, based on the severity of the injury or the mechanism of the injury, if we get a scan and this ongoing bleed is increasing in size, so usually or a 30 ml size for an extradural, or for a subdural, if brain the surface lundavuna bleeding, adilum if the size is more than 10 cc and with a midline shift, if any blood in the brain is a foreign structure. It's when it is supposed to be in the blood vessels. Anything which comes outside the blood vessels, it is occupying space, and skull is a closed box which cannot tolerate any excess space. So there's a tolerance limit, and when the tolerance limit crosses, the patient will quickly deteriorate, and we might even lose him. So before this happens is when the CT is important, when a neurosurgeon needs to read it and quickly intervene so that we can
save the life of the patient. ഡോക്ടർ ജോൺസൺ, ഞാൻ വേറൊരു മെഡിക്കൽ അല്ലാത്തൊരു കാര്യം ചോദിച്ചിട്ട്, പണ്ടൊക്കെ ഈ നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കണ്ടാൽ ആൾക്കാർ അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ മടിക്കുന്നതിൻ്റെ റീസൺ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പേരും അഡ്രസ്സും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വരുന്നവരെ നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ അതിന് ഗവൺമെൻറ് പല റൂൾസും റെഗുലേഷൻസൊക്കെ പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിയമപരമായ അവസ്ഥ എന്താണ്? ഞാൻ റോഡിൽ നിൽക്കുകയാണ്, എനിക്കറിയാൻ വയ്യാത്ത ഒരാൾ ബൈക്കിൽ എൻ്റെ മുമ്പിൽ ഒന്ന് വീഴുന്നു, തലയിടിക്കുന്നു. അയാളെ എടുത്ത് എൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇത് എപ്പോഴും നമ്മൾ റോഡിലോട്ടൊരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ആക്ച്വലി നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ട് നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ആണ്, അതായത് അവിടെ പോയാൽ നമ്മൾ കോടതി പോകേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ, അവിടെ പോയി കഴിഞ്ഞാൽ MLC മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട്, ഡോക്ടർമാർ ഉടനെ പേര് ചോദിക്കും, അഡ്രസ്സ് ചോദിച്ചാൽ നമ്മുടെ പേര് എഴുതി വെക്കും. മൂന്നാമത്തെ പ്രോബ്ലം, നമ്മൾ ഒരാളുടെ സൈഡ് എടുക്കുക. രണ്ടുപേര് തമ്മിലായിരിക്കും ആക്സിഡൻറ്റ് നടന്നത്, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും, ചിലപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണെന്ന് എന്നുള്ള രീതിയിൽ. നാലാമത്തെ കാര്യം, വണ്ടി ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം, ബാക്കി പ്രശ്നങ്ങളൊക്കെ ഇല്ല. പക്ഷേ ഈ ലീഗൽ പ്രോബ്ലംസ്, ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ പോലെ കൺസെപ്റ്റ് വന്ന ശേഷം എസ്പെഷ്യലി ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പം നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരാളെ പോലീസ് സംഭവ സ്ഥലം, അതായത് ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് നമ്മളിപ്പം നിയറസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആരാണോ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പേരും അഡ്രസ്സൊക്കെ ചോദിക്കും. പക്ഷേ അത് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ അവിടെ നിങ്ങൾ സംഭവ സ്ഥലത്തിൽ എന്താണോ കണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ അർത്ഥം നാളെ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസ് അതിൽ ഇല്ല, ഒട്ടും തന്നെ ഇല്ല. അത് അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുപോകുന്ന ആരെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഈ 20 വയസ്സ് മുതൽ 44 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതായത് ബ്രെഡ് വിന്നേഴ്സിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 പേര്, ഇപ്പോൾ ഇവിടെ പറഞ്ഞവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് ഗോൾഡൻ അവർ എന്നൊരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നമ്മൾ ആ ഫസ്റ്റ് അവറിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നോട്ട് ഓൺലി ഫ്രം ദ മെഡിക്കൽ പേഴ്സൺസ്, അതായത് നമ്മൾ മെഡിക്കൽ ഫ്രട്ടേണിറ്റി, ബട്ട് ഓൾസോ ഫ്രം ദ പേഴ്സൺ ഹൂ ഇസ് സീയിങ് ദ പേഷ്യൻ്റ് അറ്റ് ദ ഫസ്റ്റ് കം ഫസ്റ്റ് കെയർ ഉള്ള കൺസെപ്റ്റിൽ. അപ്പോൾ ഇവിടെ ലീഗൽ കോംപ്ലിക്കേഷൻസ് പേടിച്ച് ഇവിടെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ആക്ച്വലി ഇല്ല. ഇപ്പോൾ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജസ്റ്റ് അവരുടെ പേര് മാത്രം നോട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ, അതല്ലാതെ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കൊണ്ടുവരുന്ന ആൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിലെ അതോറിറ്റീസിനെ ഏൽപ്പിച്ചിട്ട് അവർക്ക് പോകാം. അവർക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യം, ജസ്റ്റ് അവരുടെ പേരും അഡ്രസ്സ് മാത്രം. അതായത് പോലീസുകാർ അവരോട് ഒരു മൊഴി ഫോണിൽ കൂടെ മാത്രം ചോദിക്കുമായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അവരെന്താണ് കണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് കേസൊന്നുമില്ല, മലകളൊന്നും അവരെ എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ റോഡ് ട്രാഫിക് ആക്സിഡൻസിൻ്റെ ഒരു റീസൺ ട്രാഫിക് കൾച്ചർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ റോഡിൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് റൂൾസ് ഇല്ല നമ്മുടെ നാട്ടിൽ റോഡിൽ ഇറങ്ങിയാലും ബ്രൗണിയൻ മോഷൻസ് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കയറി വരുന്ന രീതിയിൽ. സോ അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടത് എനിക്കൊന്നും നമ്മൾ ഡോക്ടർമാരുടെ ഒരു കടമയാണ്. എസ്പെഷ്യലി ഈ ഒരു ട്രോമ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരെന്നതിൽ എത്രത്തോളം ഭീകരമാണത്, അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ട്രോമ നടക്കുമ്പോൾ വേറെ ആരും അത് അറിയുന്നില്ല. പക്ഷേ പല കുടുംബത്തിൽ ട്രോമ കാണുന്ന ഐ തിങ്ക് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ടെൽ ദം ലൈക്ക് ഒരു ട്രാഫിക് റൂൾസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഡോക്ടർ ജോൺസൺ, ഐ തിങ്ക് യു ഷുഡ് ടേക്ക് എ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്, ലൈക്ക് ഒരു ട്രാഫിക് അവയർനെസ് ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആസ്ട്രമെഡ് സിറ്റി? ഞാനിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ പുതിയൊരു ഇനീഷ്യേറ്റീവ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആസ്ട്രമെഡ് സിറ്റി ഇരിക്കുന്ന ചുറ്റുമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മളിപ്പോൾ പുതിയ തുടങ്ങാൻ പോകുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂത്ത്, ഇപ്പം ഏത് ഓർഗനൈസേഷനായിരിക്കും, ദർ ആർ ലോട്ട് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ NGOs ഉണ്ട്. ആർക്കാണെങ്കിൽ ഒരു 1 day പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതിൻ്റെ കൺസെപ്റ്റ്, ആ പ്രോഗ്രാമത്തിൻ്റെ പേര് തന്നെ ഇതാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് കെയർ ഗിവർ എന്നുള്ള. അതൊരു ലൈഫ് സപ്പോർട്ട് കോഴ്സ് വേണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഇപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ദാറ്റ് നിയർ ബൈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് യൂത്ത് ആരാണ്, ഹു എവർ വാണ്ട്സ് ടു ഹെൽപ്പ് എ പേഷ്യൻറ്റ് lying on the road, they can come and get the necessary training, basic necessary training they can get from us, so that it helps the patient who is lying on the road, and it helps the medical fraternity also to stabilize the patient better. So our program നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എമർജൻസി ആസ്റ്റർ മെഡ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമത്തിൻ്റെ പേര് തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് കെയർ ഗിവർ എന്നുള്ള കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ ദ willing youth who are in nearby panchayats or around Aster Med City. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഒരു വലിയ പ്രോബ്ലമാണ്, മരണം വരെ സംഭവിക്കാവുന്നത്. അപ്പം നമ്മൾ ഈ ജീവിതത്തിൽ ഈ വലിയ പ്രോബ്ലം സംഭവിക്കുമ്പോൾ അതിൻ്റെ 2 രീതിയിൽ അതിനെ നേരിടാമെന്നാണ് പറയുന്നത്. ഒന്ന്,
ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തെക്കാളും വലുതാവുക. ഇപ്പോൾ ക്ലാസിക്കൽ എക്സാമ്പിൾസ് നമ്മൾ രാമായണത്തിൽ ഹനുമാൻ മരുത്വാമല അന്വേഷിച്ച് പോയൊരു കഥയില്ലേ. അപ്പം മരുത്വാമലയിൽ അവിടെ ചെന്നപ്പം മരുന്ന് എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഹനുമാൻ ആ മലയേക്കാളും വലുതായി മലയോട് എടുത്തുണ്ട്. അത് ഇസ് വൺ കൺസെപ്റ്റ്. സെക്കൻഡ് കൺസെപ്റ്റാണ് പ്രാക്ടിക്കൽ കൺസെപ്റ്റ്. അതായത് ആ ഒരു പ്രോബ്ലത്തെ ഡിവൈഡ് ചെയ്യുക, വലിയൊരു ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഓരോ പ്രോബ്ലം അതിൻ്റെ എക്സ്പേർട്ട് കൈകാര്യം ചെയ്യുക. ആക്ച്വലി അതാണ് ഈ ട്രോമ യൂണിറ്റ് എന്നുള്ള ട്രോമ കോഡ് എന്നുള്ളതിൻ്റെയും ഒരു ട്രോമ ടീം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ആസ്ട്രോ മെഡിസിറ്റിയിൽ ഒരു ട്രോമ ടീം അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മുടെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഒരു എമർജൻസി നടക്കുവാണ്, ഒരു ആക്സിഡൻറ്റ് നടക്കുവാണെങ്കിൽ any person what they can do is first call the number 155218 എന്ന് പറഞ്ഞ നമ്പർ വിളിക്കുക. സപ്പോസ് ആ നമ്പറിൽ കോൾ വന്നു, നമ്മുടെ ഒരു ട്രെയിൻഡ് പാരാമെഡിക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നിയറസ്റ്റ് ആക്സിഡൻറ്റ് സൈറ്റിലോട്ട് ചെല്ലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡി ലെവൽ ആംബുലൻസ് ആണ്. അപ്പോൾ അതിലൊരു എനി ഡി ലെവൽ ആംബുലൻസ് വാട്ട് ദേ ഡു ഇസ് ഒരു സ്പൈൻ ബോർഡാണ്. സ്പൈൻ ബോർഡിലോട്ട് പേഷ്യൻറ്റിനെ അവർ വിത്തൗട്ട് ടു മച്ച് മൊബിലൈസിങ് ദ ഹോൾ സ്പൈൻ ഓർ ദ ബോഡി പേഷ്യൻ്റ് അവിടെ കൊടുക്കേണ്ടി ഫസ്റ്റ് എയ്ഡ് കെയർ കൊടുത്തിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ സ്പൈൻ ബോർഡിലോട്ട് എടുത്തിട്ട് പേഷ്യൻറ്റ് എമർജൻസിയിലോട്ട് വിടും. ഓൺ ദ വേ ടു ദ എമർജൻസി അവർ ഇടാവുന്ന ലൈൻ ഓഫ് ഫ്ലൂയിഡ്സോ, അതായത് ബ്ലഡ് കുറേ ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഓൺ ദ വേ ടു ദ എമർജൻസി തന്നെ അല്ല ആംബുലൻസിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. എടുക്കുന്ന പാരാമെഡിക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എമർജൻസിയിലോട്ട് കോൾ വരും. എമർജൻസിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അതിലൊരു സ്പെസിഫിക് ഡെഡിക്കേറ്റഡ് നമ്പറുണ്ട്. ആ നമ്പറിലോട്ട് കോൾ വരും. ആ കോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എമർജൻസി സ്പെഷ്യലിസ്റ്റ് ട്രോമ കോഡ് ആക്ടിവേറ്റ് ചെയ്യും. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് എ വെരി സിക്ക് പേഷ്യൻറ്റ്, നമ്മൾ പറഞ്ഞ ഫ്രാക്ചേഴ്സ് ഉണ്ട്, എയർവേ ഇഷ്യൂസ് ഉണ്ട്, ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു സബ് സ്പെഷ്യാലിറ്റീസ് ആണ് നോക്കുന്നത്. ഈ ട്രോമ കോഡ് എമർജൻസി സ്പെഷ്യലിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓൺ കോൾ ആയിട്ടുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടേഴ്സ്, എല്ലാ സർജിക്കൽ സ്പെഷ്യാലിറ്റീസുള്ള ഡോക്ടേഴ്സ്, അതായത് എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സ്, ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സ്, ന്യൂറോസർജറി വിഭാഗത്തിലെ ഡോക്ടേഴ്സ്, ഓർത്തോപെഡിക്സ് വിഭാഗത്തിലെ ഡോക്ടേഴ്സ്, കാർഡിയോതൊറാസിക് വാസ്കുലർ സർജറി ഡോക്ടേഴ്സ്, ഗ്യാസ്ട്രോ സർജറി ഡോക്ടേഴ്സ്, ഇങ്ങനെ ഈ പറയുന്ന പിന്നെ ജനറൽ സർജൻ ഹൂ ഇസ് ദ ട്രോമ സർജൻ. ഇത്ര പേര് അവരുടെ ഓൺ കോൾസ് ആരൊക്കെയാണ്, ദേ ഓൾ വിൽ കം ഡൗൺ ടു ദി എമർജൻസി. അങ്ങനെയാണ് ഒരു ട്രോമ ടീം നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ ദ പോളിട്രോമ. അവിടെയാണ് ഈ മാസീവ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് വൺ പേഴ്സൺ ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഗോൾഡൻ ആർ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അപ്പം സംഭവിക്കുന്നത് നമുക്ക് ഓരോരോ കൺസൾട്ടേഷൻസ് വേണ്ടി അല്ലെങ്കിൽ ക്രോസ് റെഫറൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓരോരോ വിഭാഗത്തിൽ ഡോക്ടർമാർ അവരവരുടെ സ്പെഷ്യലൈസേഷനുള്ള ഏരിയ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ടീം അവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം ദറ്റ് ടേക്സ് ഓവർ ദ കെയർ ഓഫ് ദാറ്റ് ഹോൾ പേഷ്യൻറ്റ്. ആൻഡ് വിതിൻ 1 hour, നോട്ട് ഓൺലി വൺ അവർ പോലും വേണ്ട ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് പേഷ്യൻറ്റ്, കാരണം CT റേഡിയോളജിക്ക് വരെ അതിൻ്റെ ആ ട്രോമ കോഡിൻ്റെ കോൾ പോകുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, അവിടെ എന്തെങ്കിലും ഒരു എലക്ടീവ് CT നടക്കുന്നുണ്ടെങ്കിൽ ആ CT അവിടെ തന്നെ അത് സ്റ്റോപ്പ് ആവും, അവിടെ ഒരു ഇമേജിങ് സ്റ്റോപ്പ് ആവും. അതിൻ്റെ പേഷ്യൻറ്റ് ചെയ്യാനുള്ള ബെയർ മിനിമം ABC എന്നുള്ള സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞ ഉടനെ പേഷ്യൻറ്റ് CTയിലോട്ട് പോകും. ഓൾ ദീസ് സ്പെഷ്യാലിറ്റീസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര എളുപ്പമാണത്. സോ ദാറ്റ് ഈസ് സംതിങ് നമുക്കിവിടെ സാധിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഈ ഒരു റോഡ് അപകടങ്ങളുടെ വ്യാപ്തി എന്തെന്നും അതിൻ്റെ ചികിത്സ എന്തെന്നുള്ളതാണ്. അപ്പം നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഈ റോഡ് അപകടങ്ങളുടെ ചികിത്സ ആരംഭിക്കുന്നത് റോഡിൽ തന്നെയാണ്. ആദ്യം കടന്നയാളുടെ പ്രവൃത്തികൾ ആ വ്യക്തിയുടെ ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആക്കാനും ആവാതാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിയായി മനസ്സിലാക്കുക, അത് നമ്മളുടെ നാട്ടുകാർ പൊതുജനങ്ങൾ അത് മനസ്സിലാക്കുക, അത് കറക്റ്റായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക. ഒരു കാരണവശാലും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് റോഡിൽ കിടന്ന് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. കാരണം ഒരു 15-20 മിനിറ്റിനുള്ളിൽ എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു ആശുപത്രിയിൽ എത്താനുള്ള ഒരു സൗകര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ ജോൺസൺ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പോൾ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ആ ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നീട് ആ ആശുപത്രി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കേസിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ബോധവൽക്കരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. അപ്പോൾ കുറച്ചെങ്കിലും അതിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആസ്ട്രോ മെഡിസിറ്റി ഇപ്പോൾ ഡോക്ടർ ജോൺസൺ പറഞ്ഞ പോലെ ഇതുള്ള ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാംസ് ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ട്രോമ, ഏത് രീതിയിലുള്ള പോളി ട്രോമയും നമ്മൾ നേരിടാനുള്ള ഒരു സുസജ്ജമായ ടീം എപ്പോഴും ആസ്ട്രോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്.
ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ലൈവ് കണ്ട എല്ലാവർക്കും ആസ്ട്രോ മെഡിസിറ്റിയുടെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.